ഹലോ 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 Check, check. എല്ലാവർക്കും എഴുന്നേൽക്കാം. ക്രിസ്തുകീർത്തനങ്ങൾ 43 പാട്ട് പാടി നമുക്കും ശുശ്രൂഷയിൽ പങ്കുചേരാം. ക്രിസ്തുകീർത്തനങ്ങൾ 43 അതിൽ ആദ്യത്തെ അവസാനത്തെയും ചരണങ്ങൾ. യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തന്നേരും വല്ലഭനുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തന്നേരും വല്ലഭനുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. പരിഹാരം പാതകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരം പാതകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം. ജീവിതത്തിൽ മാതൃകയെ കാട്ടി പാവനമം പുണ്യനാമം. ജീവിതത്തിൽ മാതൃകയെ കാട്ടി പാവനമം പുണ്യനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശോഭ നിറഞ്ഞോരാലയത്തിൽ വസിക്കും പരിശുദ്ധ നിന്ദാസരാം ഞങ്ങളുടെ ദുർമോഹം ശമനം ചെയ്വതിനിൻ നയ്യോ വിളിക്കുന്നു നിൻ നാമത്തിൽ
മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും യോഹന്നാനോടും മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രവചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരെയും ജീവൻ രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യകമറിയാം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ ബന്ധത്തെ ചവിട്ടിക്കുന്നവനും വിശുദ്ധ തൃത്വത്തിലുള്ളവനും തന്റെ പിതാവിനോട് ജീവനോടുകൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. ദൈവമായ കർത്താവേ, തിരുവചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. വിശുദ്ധേവങ്കേലോന്റെ സാരാംശവും സ്ലീഹന്മാരുടെ കൽപ്പനകളും സന്തോഷത്തോടെ ആചരിക്കുന്നതിനും ദുരിതം പരിപൂർണമായി നിവർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും പാത്രരാക്കണമേ. ഓശോ വബക്കുലസ്ബഹാലിന് ഒൽമെൻ. ആമേൻ. ഭാഗ്യവാനായ പൗലോസ്ലീഗ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നും സ്ലീഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്ടുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സഹോദരനാശത്തിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മാറ്റവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും
ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇതു ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ഹാലലുയാ, ഓ ഹാലലുയാ, ഹാലലുയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനെ പരിപാലിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ തിരുജനനത്തിന് ശേഷം ഇവപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. യെരൂശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കിടക്കുമെന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടി 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നൊക്കെ നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നോടടുപ്പാൻ സുവിശേഷം നീ തന്നതിനാൽ സ്തോത്രം. നിന്നറിയിപ്പിൽ നിൻ ഉയർവചനം കേൾക്കയാൽ നിന്നെ മഹത്വീകരിപ്പാൻ യോഗ്യരാക ഞങ്ങളെ. മാർഗമാസ്തവമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതി, സ്തോത്രവും തേജസ്സും വീഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയുമെല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ.
നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യാഗമായി അർപ്പിക്കുകയും തൻ്റെ ശരീരം മുറിച്ച് നമ്മെ പോഷിപ്പിക്കുകയും തൻ്റെ രക്തം നമുക്ക് പാനീയമായി നൽകുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്ത മശിഹാ തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിനാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും കശിശന്മാരെയും സുശേഷകരെയും വിശുദ്ധീമോത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും സകല ചരാചരങ്ങളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും ആകുന്നുവല്ലോ. സമാധാനത്തിന്റെ മക്കൾക്കുള്ള നല്ല അവസാനത്തിനും ക്രിസ്തീയ പൂർണ്ണതയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. ദൈവമായ കർത്താവേ, ദൈവികമായി ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ വിശുദ്ധാലയത്തിൽ കൂടി നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസരായ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹാടെ നൽവരെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാവതല്ലാത്ത തിരുരക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. വിശ്വാസവും പ്രത്യാശയും സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ നിന്റെ നീളത്തിൽ നിന്റെ വലത്ത് ഭാഗത്തുള്ളവരോടുകൂടെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരേറ്റും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായി നാം ആമേനെന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു. നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും
ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വപിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരോഗായാൽ കന്യമറിയാമൽ ജഡംധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിധിപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവരുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിന്മാരും ശ്രീഹാമാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഇററുകായാലും കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ എഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. Arkemar Saman Kalos എല്ലാവർക്കും ഇരിക്കാം. ജന്മദിനം വിവാഹവാർഷികം ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ക്രിസ്തീയ കീർത്തനങ്ങൾ 435 പാട്ട് പാടുന്ന സമയത്ത് സ്തോത്രാഴ്ച സമർപ്പിക്കാവുന്നതാണ്. ക്രിസ്തീയ കീർത്തനങ്ങൾ 435. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായിട്ട് സ്തോത്രം. തിരുമുമ്പാകെ കർത്താവേ, നീ ഞങ്ങളെ നടത്തുന്ന വഴികളുടെ ഓർമ്മയ്ക്കായി സ്തോത്ര കാഴ്ച സമർപ്പിച്ചിരിക്കുമ്പോൾ ഹാബിലിന് വലിയ പോലെ വേക്കായിക്കൊള്ളണമേ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാതെ എടുത്ത് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കരുതേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. കാരണം നമ്മൾ ഒരു ഷോർട്ട് സർവീസ് ആണല്ലോ നമ്മളിന്ന് ക്രമീകരിക്കുന്നത്. ഈ ആഴ്ച സീനിയർ സിറ്റിസൺ ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്ന ദിവസമാവുന്നുവല്ലോ. ഇന്ന് ഏവെങ്കിലുമായിട്ട് വായിച്ചു കേട്ടതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള വേദഭാഗത്ത് 2 കഥാപാത്രങ്ങളെ വിശുദ്ധ ലൂക്കോസ് അവിടെ എടുത്തു കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വചനത്തിനായിട്ട് സ്തോത്രം. ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിൽ കേൾക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. കുരിശിന് മറവിൽ ഞങ്ങളെ നിർത്തിക്കൊള്ളണം. വചനം വഴി ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയുടെ വിൽക്കുമാറാകണമേ. ആമേൻ. പൊതുവെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വാർദ്ധക്യം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിച്ചുകൂട്ടി വിടണം എന്നുള്ളത്. എന്നാൽ എത്രയൊക്കെ ഒഴിവാക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാലും ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത ഒരു കാലയളവാണ് ഓൾഡ് ഏജ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എന്നുള്ള ആ ഒരു കാലഘട്ടം. എന്നാൽ ഇതിനെ ഒഴിച്ചുകൂടാൻ കഴിയാത്തത് കൊണ്ട്
എങ്ങനെ ഇതിനെ ക്രിയേറ്റീവായിട്ട് ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് വേർതിരിക്കുവാനായിട്ട് കഴിയും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ നാളുകളൊക്കെ ചിന്തിക്കുന്നത്. അല്പം ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. എന്നാൽ അത് പലർക്കും ഭാരത്തിൻ്റെയും പ്രതിസന്ധികളുടെയൊക്കെ നാളുകളായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് സത്യം. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് തങ്ങളുടെ ജീവിതകാലം വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച 2 പേരെയാണ് ലൂക്കോസ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ശിമ്യോൻ, 2 ഹന്ന. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബോത്ത് ആർ ഓൾഡ് ഏജ്. അവർ 2 പേരും പ്രായം ചെന്നവരായിരുന്നു എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു എന്നാണ് ഓർമ്മിപ്പിച്ചത്. ഇവിടെ ശിമ്യോൻ ഒന്നാമത് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയുണ്ട്. 34-ാമത്തെ വാക്യം. ശിമ്യോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയോട്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശുവിനെ ദേവാലയത്തിലേക്ക് അപ്പനും അമ്മയും കൂടെ കൊണ്ടുവരുന്നതായിട്ടുള്ള വേദഭാഗമാണ്. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു, ശിമ്യോൻ അവരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത്. ഈ കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പലപ്പോഴും വാർദ്ധക്യം ബാധിക്കുമ്പോൾ, കിടക്കയിലൊക്കെ ആയിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ശാപവാക്കുകളൊക്കെ വായിൽ നിന്ന് വരാറുണ്ട് പലരുടെയും. അല്ലെങ്കിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു ശിമ്യോൻ എന്ത് ചെയ്യാണ്? അവരെ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു അനുഗ്രഹിക്കുവാനായിട്ടുള്ളൊരു കാലം കൊണ്ട് ആരെയൊക്കെയാണ്, നമ്മുടെ തലമുറകളെ ആണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ ആണെങ്കിലും അവരെ അനുഗ്രഹിച്ച് അവരുടെ നന്മ കാണുവാനായിട്ട് ശ്രമിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ള ഈ കാലഘട്ടം എന്ന് എപ്പോഴും ഓർക്കുവാനായിട്ട് ഇടയായിത്തീരണം. ശാപവാക്കുകളോ പിറുപിറുപ്പുകളോ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറണം. അത് മാത്രമല്ല, ജീവിതം സഫലമാക്കിയ ഒരു മനുഷ്യനായിരുന്നു ശിമ്യോൻ. അവിടെ പറയുന്നുണ്ട്, യേശുവിനെ കണ്ടു, പൈതലിനെ കണ്ടു, അവനെ കയ്യിലെടുത്തു, അവനെ എന്ത് ചെയ്തു? താലോലിച്ചു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം ജീവിതത്തെ സഫലമാക്കിയതായിട്ടുള്ള ഒരു മനുഷ്യൻ. അവിടെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ, ശാന്തമായി മരണത്തെ സ്വീകരിച്ചവനും കൂടിയായിരുന്നു ശിമ്യോൻ. 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്നാണ്. അതായത് ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമായി. കാരണം എൻ്റെ ദൈവത്തെ കാണുവാനായിട്ട്, എൻ്റെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലൊക്കെ മരണഭയം അല്ലാതെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടെ. എന്നാൽ ഇവിടെ ശിമ്യോനെ കുറിച്ച് പറയുകയാണ്, ശാന്തമായി മരണത്തെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി എന്നുള്ളതാണ്. 2-ാമത്തെ ഒരു ക്യാരക്ടറാണ് ഹന്ന. അവളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് 1-2 വാക്യങ്ങൾ പറയുന്നുണ്ട്. അവൾ വിധവയായിരുന്നു, പ്രായം ചെന്നവളായിരുന്നു, ദൈവാലയത്തോട് ചേർന്ന് നിന്നവളായിരുന്നു, ഉപവസിക്കുന്നവളായിരുന്നു, പ്രാർത്ഥിക്കുന്നവളായിരുന്നു, ദൈവാലയത്തിലെ ആരാധനയിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പലപ്പോഴും ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു കാലഘട്ടം എങ്ങനെയെങ്കിലും ക്രിയേറ്റീവായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ള താല്പര്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവൾ അയ്യോ അയ്യേ മുട്ടുവേദനയാണ്, തലവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഇത്രയും പ്രായം ചെന്ന് നമ്മൾക്ക് അവിടെ ഒരു ലൈഫ് സ്പാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 84 വർഷം വിധവയായി. ഇപ്പം ടോട്ടൽ ലൈഫ് അവളുടെ നോക്കിയാൽ മതി. എന്നിട്ടും അവൾ ദൈവവുമായിട്ട് ചേർന്ന് നിന്നു എന്നുള്ളതാണ്. അവിടെ പിറുപിറുപ്പില്ല. അവളുടെ പ്രതിസന്ധി വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. കാരണം അത്രമാത്രം സ്ട്രഗിൾ ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സ്ട്രഗിളാണ് അത്രയും നാൾ വിധവയായിട്ട് ജീവിക്കുക എന്നുള്ളത്.
പക്ഷേ അവൾ വീട്ടിലിരുന്നില്ല, ദൈവത്തോട് ചേർന്ന് നിന്നു. ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ പ്രയാസങ്ങൾക്കൊക്കെ അവൾ പരിഹാരം കണ്ടെത്തിയത് അവൾ ഉപവസിച്ചിട്ടും അവൾ പ്രാർത്ഥിച്ചിട്ടും അവൾ ദൈവത്തോട് ചേർന്ന് നിന്നുമാണ് അതിനൊക്കെ അവൾ എന്ത് ചെയ്തത്? പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളത്. ഇത് നല്ലൊരു 2 ഉദാഹരണങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ നമുക്കെങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കുവാനായിട്ട് കഴിയും എന്നുള്ളത്. വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. 2 ക്യാരക്ടേഴ്സാണ് ശിമ്യോനും ഹന്നായും. അവരുടെ ലൈഫ് ഇങ്ങേ അറ്റം വരെ വന്നു. സൂര്യൻ അസ്തമിക്കാറായി, കാലം കഴിയാറായി. പക്ഷേ അവരുടെ ജീവിതം മനോഹരമായിട്ട് ഈ ലോകത്ത് ജീവിച്ചു തീർത്തതായിട്ടുള്ള 2 പേർ. അവരെ പോലെ ആകുവാൻ കഴിഞ്ഞില്ല എങ്കിലും അങ്ങനെ ഒരു ശ്രമം നമുക്ക് നടത്തുവാനായിട്ട് ഇടയായിത്തീരണം. ഈ വചനങ്ങൾ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പ് ഉപദേശി പ്രാർത്ഥിക്കും. കൂടി വരുവാൻ തൊക്കണം അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്രഹിച്ചതാടുന്ന വചനങ്ങൾ പോലെ ഞങ്ങളുടെ വാർദ്ധക്യ അവസ്ഥയിൽ കർത്താവെ സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ വഹിക്കുന്നവരായി കർത്താവെ നീ അവിടുന്ന് ജീവിക്കുവാൻ തൊക്കണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അവൻ്റെ ജീവിതം അവസാനിക്കുന്നത് സന്തോഷത്തോടെ കർത്താവിനെ കണ്ടു എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ അവൻ സമാധാനത്തോടെ ലോകയാത്ര ചെയ്തുവല്ലോ. സംവത്സരം വിധവയായി കഴിഞ്ഞു. കർത്താവെ സ്തോത്രം. അവൾ പ്രാർത്ഥനയിലെ കർത്താവെ ദൈവാലയം വിട്ടുപിരിയാതെ ഹല്ലേലൂയ സന്തോഷത്തോടെ കർത്താവിനെ കാത്തിരുന്നു. കർത്താവെ സ്തോത്രം. കർത്താവിനെ ശിമയോൻ ദർശിച്ചപ്പോൾ അവൾ വഴിക്ക് ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തൊക്കണം ഇടയാക്കിയതുപോലെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ തൊക്കണം ഇടയാക്കണമേ. കർത്താവെ സ്തോത്രം. പ്രായാധിക്യത്താൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. നിന്നിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഹല്ലേലൂയ വാർദ്ധക്യകാലം ജീവിക്കുവാൻ തൊക്കണം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, തുടർന്ന് ഞങ്ങൾ നിൻ്റെ തിരുരക്തം ഭക്ഷിക്കുവാനായിട്ട് നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ. വിശുദ്ധിയോടുകൂടെ നിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ തൊക്കണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ശുശ്രൂഷ അണയ്ക്കുന്ന അച്ഛനെ കൂടുതലായി ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ മേശയിൽ പങ്കാരണ്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് സഭയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള കുമ്പസാരത്തിന് പ്രാർത്ഥന ഇരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നരിതാപ്രദയത്തോടെ ഈ സമയത്ത് ഏറ്റുചൊല്ലാം. ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാ കാത്തു പ്രാർത്ഥിക്കാറാക്കിതാ ആർത്തു ഘോഷിക്കാറാക്കിതാ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാ. സർവശക്തിയുള്ള ഭാവപുരാനെ നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാൻ തൻ്റെ കൃപയാണ് വിശുദ്ധ കന്യാമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയകൈകളെ നിങ്കിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെ മോചനം നിന്നോട് യാചിച്ചുകൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്കലായിരിക്കാനും നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്ന് എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെയും വ്യർത്ഥകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം
എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി എഴുന്നേൽപ്പിച്ച ഞങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരം കൂട്ടായ്മയിലും ബുദ്ധിജീവനും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പിൻ. പരിപൂർണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഓശോ വബുക്കുലസ്ബഹാലിന് ഒൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് സ്നേഹത്താൽ പരിശുദ്ധവും ദൈവമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. തമ്പുരാന്റെ സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെളുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമുടവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നിടമായ ഉന്നതത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ദൈവമായ കർത്താവ് അവയാകുന്നു. പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായിട്ട് യോഗ്യവും ന്യായവുമാകുന്നു. കർത്താവേ, ദൃശ്യനിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്
ആർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നയിക്കുന്നവരായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 എന്നുള്ളവനിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു. വാങ്ങിഭക്ഷിപ്പേര് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വീനിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതിനേർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമെന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സമരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികളിൻ പ്രകാരം പ്രതിപകരം നൽകുന്ന മഹത്വരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. ലാബോ കാതമറോ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവോ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരം ആയിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തം ആയിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഭാവിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ഓശോ വബുക്കുല സുബ്ഹാനഹു വൽമിൻ. കർത്താവേ, 4 ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നേന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോക്കീം മാർ കുറിലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സഫ്രഗൻ മെത്രാപ്പോലീത്താമാരെയും തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫിലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രീം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫീം എന്നീ എപ്പിസ്കോപ്പന്മാരെയും കശീശന്മാർ ഷമ്മാശന്മാർ മുതലായി പട്ടത്തിനെടുത്ത എല്ലാവരെയും
സന്യസ്തർ, സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യാന്തരജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദേവ് നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായിട്ട് നൽകിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ശരീരത്തിന് പ്രയാസങ്ങളുണ്ട്, ബലഹീനതകളുണ്ട് എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ തക്കോണം ദൈവം ഒരവസരം കൂടി നൽകി. അതിനു വേണ്ട നാട്ടിൽ ആരോഗ്യം ബലമൊക്കെ നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രായമായ എല്ലാ മാതാപിതാക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാതെ പോയി, അങ്ങനെയുള്ളവരെ ഓർക്കാം. കിടക്കയിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവരെ എല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നാളുകളിലൊക്കെ പ്രിയ മക്കൾക്ക് വേണ്ടുന്ന സൗഖ്യവും ബലവും സമാധാനവും ആശ്വാസവും വിടുതലും ലഭിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം നീ അവിടെ സഹായിക്കണം. പരസ്പരം അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ, എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ ഈ നാളുകളൊക്കെ ഞങ്ങളെല്ലാവരെയും നീ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെത്രാപ്പൊലീത്ത തിരുമേനി, മറ്റ് തിരുമേനിമാർ, പട്ടക്കാർ, സുവിശേഷകർ, ആത്മാ നേതാക്കൾ എന്നിവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. രോഗത്തിലെ ഭാരത്തിലെ പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർക്ക് സ്വസ്ഥത കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അരികിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളൊക്കെ എന്തു തന്നെയായിരുന്നാലും ദൈവമേ, നീ അവരെ താങ്ങിക്കൊള്ളണമേ, നിർത്തിക്കൊള്ളണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ നമ്മുടെയും ആവശ്യങ്ങളെ ഒരു നിമിഷം മൗനമായി ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ ഇസ്രായേൽ വാനം ഭൂമി അഖിലം വാഴും യഹോവയേ എൻ സഹായം. വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകിരിയിൽ. നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവ് നമ്മോട് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾക്ക് ഈ സമയത്ത് അർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടങ്ങളിൽ രക്ഷിച്ചുകൊള്ളണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. കർത്താവേ, ദൈവം ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപായൻ പരിശുദ്ധനാകുന്നു. ആമേൻ. പാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുൽപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. പാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ. ആമേൻ. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം കൽപ്പനയാൽ മരണം അധികാ
സ്വന്തമല്ലാത്ത ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദം പാടാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തിയെഴുന്നേൽക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം നന്ദിയും സ്തുതിയുമാകുന്നു. ആദ്യം മുതൽ തലമുറകളിൽ നിനക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവരും ഞങ്ങളെ ഉയർത്തുന്നതിന് പിന്നെ ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള ബതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ ആകത്താൽ നിന്റെ അടിയാർക്ക് പാവമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലതുകരം നീട്ടുകടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കും ദർശനമുള്ള മുഖപ്രസാദത്തിനുമായി ഗാകുൽത്താൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദേവവും നമ്മുടെ രക്ഷാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആരാധനകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാകുൽത്താൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയിൽ സ്തോത്രത്തോടെ കൈക്കൊള്ളുക. സംഗീതം എൻ വരമാകുന്നു. ജീവന്റെ കിരീടം എനിക്കു തരുന്നു. തൻ മുഖത്തിൻ പ്രകാശം സംഗീതം എൻ ബലമാകുന്നു. എനിക്കു വിപരീതം ആയ കൈയെഴുത്ത് ക്രൂശിൻ തിരുരക്തം മായിച്ചു
സംഗീതം എൻ ബലമാകുന്നു. എൻ ഹൃദയത്തിൻ ഖേദം ഓർക്കെ ഞാൻ കേൾക്കുന്നു. എൻ വഴിയിൽ പ്രയാസം നേരുകം സങ്കടം വരുമ്പോൾ നല്ല ശ്വാസം യേശുവിൻ മാർവീടം. ഞങ്ങളെ കർത്താവേ മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവിധിക്കും പ്രതിപകരത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂലോകം മുഴുവൻ നീ ഉയർത്തിപ്പിടിക്കും. സകലനാമത്തിനും നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഓശോ വബകുല സുബ്ഹാന ഉൽമൻ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങളെയെല്ലാം വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള സ്രഷ്ടാവേ, ഞങ്ങളെയെല്ലാം കാക്കണമേ. സകലത്തിനും ഉടയവനായി തുണയേകിടും കർത്താവേ, രക്ഷയ്ക്കുള്ള വഴിയേ നീ ഞങ്ങൾക്കെന്നും കാണിക്കാം. കർത്താവിന്റെ വാഴ്വുകൾക്കും അനുഗ്രഹങ്ങൾക്കും യോഗ്യരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ സഹോദരീ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോയി പാർത്ത് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. കുരിശാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയിലാക്കി കാക്കേണമേ. പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം പ്രത്യേകിച്ച് അറിയിക്കട്ടെ. നമുക്കെല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്.
ഇവരുടെ സമ്മതത്തിന് ശേഷം മാത്രമേ എല്ലാവരും മടങ്ങിപ്പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ സീനിയർ സിറ്റിസൺ ഡേ ആയിട്ട് ആചരിക്കുകയാണല്ലോ. ആരോഗ്യവും ബലവും കഴിവുള്ളിടത്തോളം എല്ലാവരും വന്ന് സംബന്ധിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. യാത്രാഗീതം പാടി നമുക്ക് ശാന്തമായിട്ട് പിരിഞ്ഞു.